കേരള യൂത്ത് കോൺഫറൻസിലെ മുഖ്യ സാരഥിയെ നമുക്ക് പരിചയപ്പെടാം. ഷെക്കന ന്യൂസിനൊപ്പം ചേരുന്നത് ഫാദർ സ്റ്റീഫൻ ചാലക്കരയാണ്, KCYM സംസ്ഥാന ഡയറക്ടർ. കേരള യൂത്ത് കോൺഫറൻസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് KYC. KYC നമുക്ക് പരിചിതമാണ്, നോ യുവർ കസ്റ്റമർ. ഞങ്ങളത് ഒന്നാമത്തെ എഡിഷന് കൊടുത്തൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, നോ യുവർ ക്രൈസ്റ്റ്. നിങ്ങളുടെ ക്രിസ്തുവിനെ അറിയുക. ക്രൈസ്തവ യുവത്വം എന്ന നിലയിൽ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ, അതുവഴി ചുറ്റുപാടുകളിലേക്കും കണ്ണു തുറന്ന് നോക്കാൻ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും ചോദിക്കാൻ, അങ്ങനെ സംവാദങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് KYC എന്ന് പറയുന്നത്. ഇത് NYC-യുടെ മോഡലിൽ കേരളത്തിൽ ഉണ്ടാക്കിയതാണ്. ആദ്യമായി നടന്നത് തൃശ്ശൂർ അതിരൂപതയിലെ ചിയാരം എന്ന് പറയുന്ന ഇടവകയിലായിരുന്നു. ആ ഇടവകയിലെ ഇടവക ജനങ്ങൾ അവരുടെ വീടുകളിലാണ് ഞങ്ങളുടെ അന്നത്തെ യുവജനങ്ങളെ പാർത്തത്. 2022 ഷിജോ ഇടയാടിയുടെ നേതൃത്വത്തിലുള്ള KCYM സംസ്ഥാന സമിതിയായിരുന്നു അത് നടപ്പിലാക്കി. 3 വർഷത്തിന് ശേഷമാണ് അടുത്ത KYC വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് യൂത്ത് ഇയർ ആയതുകൊണ്ട് 2 വർഷത്തിന് ശേഷം നമ്മൾ അത് ചെയ്യുകയാണ്. പ്രധാനമായും ഇതിനകത്ത് അതാത് സമയങ്ങളിലെ പ്രസക്തമായ വിഷയങ്ങൾ, അതിൽ കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ യൗവനക്കാർക്കുള്ള സംശയങ്ങളെ ദൂരീകരിക്കുക, ആ സംശയങ്ങൾ ചോദിക്കാൻ പറ്റുന്ന റിസോഴ്സ് പേഴ്സൺസ്, അതിന് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അതാണ്. അതുപോലെ തന്നെ സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്നവർ. ഇപ്പോൾ ഈ വർഷം നമുക്ക് KCBC-യുടെ പ്രസിഡന്റ് കർദിനാൾ ക്ലീമീസ് പിതാവുണ്ട്. നമുക്ക് അനുഗ്രഹമായി കിട്ടിയ ജോർജ് കൂവക്കാട് കാർഡിനൽ പിതാവുണ്ട്. അപ്രേം പിതാവ് ഇന്ന് കുർബാന ചൊല്ലി. ക്രിസ്താസ് പിതാവ് നാളെ വരുന്നു. മടത്തിക്കണ്ടത്തിൽ പിതാവ്, കോതമംഗലം രൂപതയുടെ പിതാവ് നമ്മളെ എവരെയും ആതിഥേയത്വം കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ പിതാക്കന്മാരുടെ ഒരു നീണ്ട നിര തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം യുവജനങ്ങളെ സ്നേഹിക്കുന്നതാണ് സഭയുടെ ഒരു മിഷൻ. വളരെ പ്രധാനപ്പെട്ട ഫ്രാൻസിസ് പാപ്പായുടെ ഒരു ലേഖനമായിരുന്നല്ലോ ക്രിസ്തുസ് വിവിത്. അതിൽ പറയുന്നുണ്ട്, യുവജനങ്ങൾ സഭയുടെ ഇന്നാണ്, നാളെ എന്നല്ല, ഇന്നാണ്. അപ്പോൾ ആ ഇന്നിൽ അവർ ജീവിക്കുമ്പോൾ കണ്ണു തുറന്ന് കാണുന്ന കാഴ്ചകൾ അലോസരപ്പെടുന്നതാണെങ്കിൽ അത് ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് സാധിക്കണം. ഇനി അവർക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ ആ സന്തോഷത്തിൽ അവർ ആനന്ദിക്കണം. അവർക്ക് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ കിട്ടുന്ന ദിശാബോധങ്ങൾ നല്ലതാണ്. ഉദാഹരണത്തിന് തൊഴിലിനെക്കുറിച്ച്, പ്രവാസത്തെക്കുറിച്ച്, സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് ഒക്കെ അവരറിയേണ്ടതാണ്. അപ്പം യുവജനങ്ങൾക്ക് എന്താണ് ആവശ്യം? ഇപ്പോൾ പൊളിറ്റിക്കൽ പോളിസീസ് ഇവിടെ ഉണ്ടാകുന്നു. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നമ്മുടെ രാഷ്ട്രീയപരമായ നിലപാടുകൾ എടുക്കാൻ കഴിയുന്ന യുവജനങ്ങൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ മുമ്പോട്ട് പോകും. അപ്പോൾ രാഷ്ട്രീയം ഇവിടെ ഉണ്ട്, അത് യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് വേണം. എന്നാൽ മാത്രമേ, നല്ല നേതാക്കൾ ഉണ്ടായാൽ മാത്രമേ നല്ലൊരു സമൂഹം രൂപപ്പെടാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് KYC. അച്ഛാ, ഈ KCYM ആരംഭിച്ചിട്ട് 58 വർഷത്തോളം എടുക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രവർത്തന മേഖല ഇപ്പോൾ പ്രത്യേകിച്ച് സഭയ്ക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതുപോലുള്ള ഈ KYC-യുടെ ഇതുപോലുള്ള കോൺഫറൻസുകൾ സഭയിലെ യുവജനങ്ങൾ എത്രത്തോളം ഉത്തേജിപ്പിക്കും, അവർ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് KCYM നടത്തിപ്പോരുന്നത്? സഭയുടെ വെല്ലുവിളിയുടെ ഏറ്റവും മൂർധന്യത്തിൽ നിന്നൊരു സമയത്താണ് KCYM എന്ന് പറയുന്ന പ്രസ്ഥാനം 1978 മാന്നാനത്ത് ഡിസംബർ 28 രൂപം കൊള്ളുന്നത്. ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതേ വെല്ലുവിളികളുടെ അവസ്ഥകൾ ഇപ്പോഴുമുണ്ട്. തീവ്രവാദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മയക്കുമരുന്നുണ്ട്. അന്ന് മദ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ മയക്കുമരുന്നാണ്. അങ്ങനെയുള്ള വെല്ലുവിളികൾ സഭ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സഭ എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടുന്നതാണല്ലോ. അപ്പോൾ അത്തരം വെല്ലുവിളികൾക്ക് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് യുവജനങ്ങൾ. അപ്പോൾ അത് ഇപ്പം നമ്മൾ ഇത് പറയുമ്പോൾ എല്ലാവരെയും ഒന്നിച്ച് നന്നാക്കി കളയും എന്നുള്ള വെല്ലുവിളി അല്ല നമ്മൾ എടുക്കുന്നത്. യുവജനങ്ങളായി KCYM പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന ഇൻപുട്ട്, ആ ഇൻപുട്ട് സഭാ സമൂഹത്തിനും മാത്രമല്ല നമ്മൾ ഒതുക്കി നിർത്തുന്നത്. ഡ്രഗ് എന്ന് പറയുന്നത് സഭയുടെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിൻ്റെ മുഴുവൻ പ്രശ്നമാണ്, അല്ലേ? തൊഴിലില്ലായ്മ സഭയുടെ മാത്രം പ്രശ്നമല്ല, പട്ടിണി, ദുരന്തങ്ങൾ, ഇതെല്ലാം സമൂഹത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളാണ്. സമൂഹത്തിലേക്ക് മിഴി തുറന്ന് നോക്കുന്ന യുവജനങ്ങൾ അതുണ്ടാവണം. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ യുവജന വർഷത്തിൻ്റെ ആപ്തവാക്യം തന്നെ കണ്ണിൽ കനിവ്, കരളിൽ കനൽ, കാലിൽ ചിറകുള്ള ക്രൈസ്തവ യുവത്വം. അപ്പോൾ ഇത് മൂന്നും
കനിവില്ലാത്തവൻ മനുഷ്യനല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കനിവുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് KCYM തന്നെയാണ്, അല്ലേ? നിങ്ങൾ നോക്കിയാൽ പുസ്തകങ്ങൾ കൊടുക്കുന്നു. കോവിഡ് വന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തത്? മാസ്ക് ഉണ്ടാക്കുന്നു, മരുന്ന് കൊണ്ട് കൊടുക്കുന്നു, രോഗികളെ ശുശ്രൂഷിക്കുന്നു, രോഗികളെ ഹോസ്പിറ്റലിലാക്കുന്നു, ആംബുലൻസ് സർവീസ് നടത്തുന്നു. അവർക്ക് വേണ്ടി ഭക്ഷണ പൊതികൾ കൊണ്ടു കൊടുക്കുന്നു. നമ്മുടെ പള്ളികളിൽ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരാണ്? KCYM ആണ്. അപ്പോൾ യുവജനങ്ങളാണ് സഭയുടെ സ്പന്ദനം. അവരെ മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അപ്പോൾ കണ്ണിൽ കനിവുള്ളവരായി അവർ മാറുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാത്രം നോക്കിയാൽ മതി, നമ്മുടെ വീട്ടിനെ മാത്രം നോക്കിയാൽ മതി എന്ന് ചിന്തിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെയല്ല, പുറത്തോട്ട് നോക്കണം. പിതാവായ ദൈവത്തിൻ്റെ കരുണ അവരുടെ കണ്ണിൽ പ്രതിഫലിക്കണം. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കനലുള്ള ക്രിസ്തു എന്തൊരു തീഷ്ണമതിയായിരുന്നു. ആ കുറുക്കനോട് പോയി പറയൂ എന്ന് പറയാൻ മാത്രം ചങ്കൂറ്റം ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ ഗലീലി എന്ന് പറയുന്ന നാട്ടുപ്രദേശത്ത് നിന്ന് ജെറൂസലേം എന്ന് പറയുന്ന ആ പ്രധാന നഗരത്തിൽ ആ ജെറൂസലേം ടെമ്പിളിൽ കടന്ന് ശുദ്ധീകരിക്കാൻ വെറും 12 മനുഷ്യരെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വന്നവനാണ് അവൻ. എന്നാ തീവ്രതയാണെന്തത്, എന്തോ തീഷ്ണതയാണത്. അപ്പം ആ ക്രിസ്തുവിനെയാണ് നമ്മുടെ മോഡൽ. പരിശുദ്ധാത്മാവാണ് നമ്മളെ പിന്നെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വേഗം, ചിറകുകൾ അത് കാലിലുണ്ടാവണമെന്നാണ് പറയുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ഒരു മിഷൻ ഇത് തന്നെ, പാദങ്ങളിൽ ചിറകുള്ളവരാകുക എന്നായിരുന്നു. അത്ര സ്പീഡിൽ പോകണം. മറിയം പോയതുപോലെ തിടുക്കത്തിൽ പോവുക എന്നൊക്കെ പറയുന്ന ബൈബിൾ വാക്യമാണ് അതിന് പ്രചോദനമായത്. ഈ 3 വാക്യങ്ങളെക്കുറിച്ച് പരക്കെ ക്രൈസ്തവ ലോകത്ത് മാത്രമല്ല ചുറ്റുപാടുള്ളവർ പോലും ആ ക്യാപ്ഷനെക്കുറിച്ച് വളരെ നന്നായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു നമുക്ക്. ഈ ക്രൈസ്തവ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ആദ്യം ചോദിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കണം. മാധ്യമങ്ങളുടെ ലോകത്ത് നിന്ന് നമുക്ക് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ അജണ്ടകൾ വെച്ച് സെറ്റ് ചെയ്ത് നമുക്കെതിരെയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മകൾക്കെതിരെയും നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ മദ്യം കുടിക്കുന്ന ഒരു രംഗം ഉണ്ടെങ്കിൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഷെക്കീന പോലെയുള്ള ചാനലുകൾ അതിന് പ്രതിലോമകരമായി അങ്ങനെയല്ല, പ്രതി സംസ്കാരം ബദൽ വേണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കും പരസ്യം പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൂടെ. അപ്പം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവണം. ഷെക്കീന അത്ര ഒരു ചാനലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.